Good afternoon. This is our second lecture on quantum mechanics, introduction to quantum mechanics. The topic is photoelectric effect. Photoelectric effect can be explained using quantum theory, and Albert Einstein is the pioneer in explaining photoelectric effect satisfactorily. And what is photoelectric effect? That is the first question. We have to give a definition of the photoelectric effect. And it is written here. You shall read it. Photoelectric effect, what is it? The phenomenon of emission of electrons from the surface of certain substances, particularly metals, when irradiated with gamma rays, X-rays, UV rays, or even visible light, is called photoelectric effect. The emitted electrons are called photoelectrons. അതായത് മെറ്റൽ സർഫസ്, അതായത് പൊട്ടാസ്യം, സിങ്ക് പോലെയുള്ള മെറ്റൽ സർഫസ്, സീഷൻ പോലെയുള്ള മെറ്റൽ സർഫസ്, അതിൽ റേഡിയേഷൻ പതിക്കുക. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ഗാമാ റേ ആകാം, എക്സ്റേ, അൾട്രാവയലറ്റ് റേ, അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് വരെ, നമ്മൾ കാണുന്ന പ്രകാശം വരെ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുക. അങ്ങനെ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോഇലക്ട്രിക് എമിഷൻ. വളരെ വൈഡ് ആപ്ലിക്കേഷനുള്ള ഒരു ഫിനോമിനാണ് ഫോട്ടോഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒന്ന് രണ്ട് യൂസ് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ മെറ്റലിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയും. അപ്പോൾ ലൈറ്റ് കൊണ്ട് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. നേരെ മറിച്ച് ഹീറ്റ് മൂലം ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ തെർമോ ഇലക്ട്രോൺ അല്ലെങ്കിൽ തെർമോൺ എന്നൊക്കെ പറയും. അത് വേറെ കേസിലാണ്. ഇവിടെ ഫോട്ടോ ഇലക്ട്രോൺസ്, ലൈറ്റ് മെറ്റലിൽ പതിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ഇജക്റ്റ് ചെയ്യുന്നതിനെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയും. ഒരു ഇമ്പോർട്ടൻറ്റ് ഫിനോമിനാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഒരു 4 ലോയെ ബേസ് ചെയ്താണ് ഇതിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. ആ 4 ലോ ഞാനിവിടെ കാണിക്കാം. അത് എഴുതി കാണിക്കുന്ന അതിന് കുറച്ച് വലിയ സ്ലൈഡ് വേണ്ടതുകൊണ്ട് നമ്മളിവിടെ അതിൻ്റെ പോയിൻ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒന്നാമത്തെ ലോ ആയിട്ട് ഒരു പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് I പ്രപ്പോഷണൽ I എന്നാണ്. The second one is written as K proportional to nu. The third one is written as threshold frequency. And the fourth one is written as instantaneous phenomenon. അപ്പോൾ ആ 4 ലോയിലും വരുന്ന 4 പോയിന്റുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോ എന്ന് ഞാൻ പറയാം. ലോ 1. For a given wavelength, the strength of photoelectric current is directly proportional to the intensity of incident light. That is I proportional to I. അതായത് ഒരു പ്രത്യേക വേവ് ലെങ്തിൽ ലൈറ്റ് പതിച്ചാൽ പ്രധാനമായിട്ടും ഈ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതുമൂലമുള്ള കറണ്ട് ഈ ഇൻസിഡൻ്റ് ആകുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ കുറച്ച് ലൈറ്റ് വീഴുന്നുണ്ടെങ്കിൽ കുറച്ച് കറണ്ട് മാത്രം. കൂടുതൽ ലൈറ്റ് വീണ് കഴിഞ്ഞാൽ ആ കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ലോ സെക്കൻഡ്, ദ വെലോസിറ്റി ആൻഡ് ഹെൻസ് ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ്. ഈ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റിയും അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയാണ് നമ്മൾ എഴുതുന്നത് ½ v². അത് ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആശ്രയിക്കുന്നില്ല, മറിച്ച് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ലൈറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം, ഇപ്പോൾ വിസിബിൾ സ്പെക്ട്രം പഠിക്കുമ്പോൾ അവിടെ വയലറ്റ് ലൈറ്റാണ് ഫ്രീക്വൻസി കൂടുതൽ, റെഡ് ലൈറ്റിന് കുറവാണ്. അപ്പോൾ വയലറ്റിൽ നിന്ന് റെഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ലൈറ്റ് ഫ്രീക്വൻസി കുറയും. ലൈറ്റ് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ഇരിക്കുന്നത്. കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഇലക്ട്രോൺസ് വീണാൽ ഫോട്ടോൺസ് വീണാൽ കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. K proportional to nu. That is the second law. Third law. For every metal there is a particular minimum frequency called threshold frequency, μ0, for the incident light below which there is no photoelectric emission, what will be the intensity of incident light? അപ്പോൾ ലൈറ്റ് ഇൻസിഡൻ്റ് ആകുന്നു, ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു.
ആ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ എനർജി ഫ്രീക്വൻസി ആശ്രയിക്കും. ഒരു മെറ്റലിന് ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിക്ക് മുകളിൽ വീണാൽ ലൈറ്റ് വീണാൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. താഴെയാണെങ്കിൽ ആ താഴെയുള്ള ഫ്രീക്വൻസിയിലുള്ള ഫോട്ടോൺസ് വീണാൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഒരു മെറ്റലിന് ഫോട്ടോ എമിഷന് വേണ്ട മിനിമം ഫ്രീക്വൻസി, ലൈറ്റിൻ്റെ മിനിമം ഫ്രീക്വൻസി, റേഡിയേഷൻ മിനിമം ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിയെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓരോ മെറ്റലിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്കാണ്. എന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആകണമെന്നില്ല പൊട്ടാസ്യത്തിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആകണമെന്നില്ല സീഷ്യത്തിൻ്റെ. ഓരോ മെറ്റലിനും ഓരോരോ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആയിരിക്കും. ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി മെറ്റൽ. Law 4. The photoelectric emission is an instantaneous phenomenon. Photoelectric emission ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഫിനോമിനാണ്. അതായത് ടൈം ഗ്യാപ്പില്ല. ഈ ലൈറ്റ് വീണാൽ ആ നിമിഷം ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുകയാണ്. അഥവാ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നാനോ സെക്കൻഡ് റഷ്യൻ, നാനോ സെക്കൻഡ് ഓർഡറിലാണ് ഇതിൻ്റെ ഗ്യാപ്പ്. ലൈറ്റ് വീണിട്ട് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതിനുള്ള ടൈം ഗ്യാപ്പ് ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമ്മൾ പറയും ഫോട്ടോ എമിഷൻ ഈസ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് ഫിനോമിനൻ, സൈമിൾട്ടേനിയസ് അറ്റ് ദ സെയിം ടൈം. വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ ഈസ് എമിറ്റഡ്. അപ്പോൾ ഇങ്ങനെ 4 laws ആണ്. ആ 4 laws നമ്മൾ പഠിക്കണം. ഞാൻ ഒന്നുകൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. Law 1. For a given wavelength, the strength of the photoelectric current is directly proportional to the intensity of the incident light, that is I proportional to I. Law 2. The velocity and hence the kinetic energy of photoelectrons are independent of the intensity of the incident light but depends on the frequency of the incident light. K proportional to nu. The third law is for every metal there is a particular minimum frequency called the threshold frequency U0 for incident light below which there is no photoelectric emission. What will be the intensity of the incident light? Law 4. The photoelectric emission is an instantaneous phenomenon. Next is Einstein's photoelectric equation. This is a very famous equation, and for this Albert Einstein won the prestigious Nobel Prize. And his equation, the Einstein's photoelectric equation, is half mv square is equal to h into nu minus nu 0. Photoelectric emission is explained by Einstein's photoelectric equation. Half mv square is equal to h into nu minus nu 0, where half mv square is the kinetic energy of the photoelectron, m is the mass of electron, and v is the velocity of electron. It is Planck's constant, and the value of h nu 6.626 into 10 raised to minus 34 joule second. Nu, the frequency of the incident photon, and nu 0 is the threshold frequency. That is K is equal to h into nu minus nu 0. This is the famous Einstein's photoelectric equation, and for this Einstein was awarded Nobel Prize. You know, E is mc square is a famous relation by Einstein, but the Nobel Prize was given for this invention. I think the equation is clear. നിങ്ങൾക്ക് ഇക്വേഷൻ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. +2 ക്ലാസ്സിലും പഠിക്കുന്നതാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ടോപ്പിക് ആയതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യം കൊടുത്താണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെറിവേഷൻ കൂടി നമ്മൾ പഠിക്കുന്ന ഒരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. ഈ ഐൻസ്റ്റീൻ ഫോട്ടോയിലൂടെ എമിഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് പിന്നെ ക്വാണ്ടം തിയറി അപ്ലൈ ചെയ്തിട്ടാണ്. അതായത് ഫോട്ടോൺ എനർജി h nu ആണ് എന്നുള്ള ക്വാണ്ടം തിയറി അപ്ലൈ ചെയ്തിട്ടാണ് അദ്ദേഹം ഇത് ഡെറിവേഷൻ നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡെറിവേഷൻ കൂടി നമുക്ക് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെ ഒരു എമിഷൻ്റെ 2 പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് 2ാമത്തെ പടം മതിയാവും.
ആദ്യത്തേത് പിന്നെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. മെറ്റൽ ഇലക്ട്രോൺസ് നമ്മൾ കാണിച്ചിരിക്കുന്നു. ഇനി ബ്ലൂ ഡോട്ട് ഇലക്ട്രോൺസ് ആർ റെപ്രസെൻറ്റഡ്, ഫ്രീ ഇലക്ട്രോൺസ് ആർ റെപ്രസെൻറ്റഡ്, ആൻഡ് ദേ ആർ നോട്ട് ബൗണ്ട് ഇലക്ട്രോൺസ്, ദേ ആർ ഫ്രീ ഇലക്ട്രോൺസ്. ലെഫ്റ്റ് സൈഡിൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ നമ്മൾ ഒരു യെല്ലോ മാർക്ക് ലൈൻസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോൺസ്, ബ്ലൂ ഇലക്ട്രോൺസ്, ബ്ലൂ ആയിട്ടുള്ള ഇലക്ട്രോൺസ് അത് പിന്നെ ഇജക്റ്റ് ചെയ്യുന്നത് ഒരു റെഡ് ആരോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനോമിനൻ ഇതാണ്. ദർ ഇസ് എ മെറ്റൽ, ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ്, ലൈറ്റ് മേ ബി UV ray or gamma ray or even visible light, X-ray, light is incident, electrons are emitted, and this is photoelectric emission. അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് സ്കെച്ച് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. എനർജി സഹിതം കാണിച്ചിരിക്കുന്നത് മെറ്റൽ സർഫസ് ഷോൺ, photon of energy H is incident, and that energy is given to electron is emitted, and this electron energy has two parts. One is the kinetic energy and other is the photoelectric work function. And what is photoelectric work function? That we can see. This is Einstein's explanation. Albert Einstein gave a satisfactory explanation for photoelectric emission based on quantum theory of radiation. When a photon of energy h nu is incident on a metal surface, this energy is completely transferred to the free electron in the metal. A part of the energy accumulated with the electron is used to push out the electron from the surface of the metal, and the rest of it is utilized in imparting kinetic energy to the emitted electron. നമുക്ക് വ്യക്തമായി കാണാം. അതായത് HNO എനർജി ഉള്ള ഒരു ഫോട്ടോൺ മെറ്റൽ ഇൻസിഡൻ്റ് ആയാൽ ഇലക്ട്രോണിനെ മെറ്റലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കുറച്ച് എനർജി വേണം. HNO0 അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും. 5 എന്ന് എഴുതും. അത് HNO0ക്ക് തുല്യമാണ്. ബാക്കിയുള്ള എനർജി ½mv² കൈനറ്റിക് എനർജി ആയിട്ട് ഇലക്ട്രോണ് കിട്ടും. അപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാനായിട്ട് ഐൻസ്റ്റൈൻ കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ വർക്ക് ഫംഗ്ഷനെ നമ്മൾ 5 എന്ന് വിളിക്കും. ലെറ്റ് 5 be the energy spent in extracting the electron from the emitter to which it is bound. This energy is called photoelectric work function. 5. Photoelectric work function is the minimum energy required to liberate an electron from the metal barrier. By the principle of conservation of energy, HNO is equal to ½mv² plus 5. That we can take as equation number 1. HNO is equal to ½ plus 5. That is the principle of conservation of energy applied in photoelectric emission. HNO is the energy of incident photon, ½ is the kinetic energy, and 5 is the photoelectric work function. 5 we can calculate as follows. That is, if frequency decreases and when it becomes nu0 threshold, that is, if nu is nu0, the threshold of frequency, the velocity of the electron becomes 0, v is equal to 0. That we put in equation number 1, we get h nu0 is equal to 5. That is, when we put v is equal to 0, we have to replace nu by nu0. That is, 5 is h nu0. Again, we put this 5 in equation number 1. Then we get h nu is equal to ½mv² plus h nu0. Rearranging, ½ mv² is equal to h into nu minus nu0. That is, k is equal to h into nu minus nu0. This is Einstein's photoelectric equation. So everything is clear, and you have studied once. You can repeat here
It is an important topic, and the relevant questions are listed below. State the laws of photoelectric emission. We have to remember the 4 laws. We have to write the 4 laws and derive Einstein's photoelectric equation. That is another important question, and that is with the second lecture on basics of quantum mechanics. We continue our class with the topic momentum of photon. Next class is about the momentum of a photon. Thank you.